കഠിനംകുളം കൊലപാതകത്തിൽ പ്രതി ജോൺസൺ ഔസേപ്പിന്റെ മൊഴി പുറത്ത്. കൃത്യം നടന്ന ദിവസം രാവിലെ 6:30 കൊല്ലപ്പെട്ട ആതിരയുടെ വീടിന് സമീപമെത്തിയെന്നും ജോൺസൺ പറഞ്ഞു. കൊലയ്ക്ക് ശേഷം സ്വന്തം ഷർട്ട് അവിടെ ഉപേക്ഷിച്ച് ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ടുമിട്ടാണ് ആതിരയുടെ സ്കൂട്ടറിൽ ജോൺസൺ രക്ഷപ്പെട്ടത്. വിനോദ് ചേർന്നു. വിനോദ്, എന്തെല്ലാം കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് ജോൺസൺ നടത്തുന്നത്? ഇത് ജോൺസൺ മാത്രമാണ് ഇതിനകത്ത് ഉത്തരവാദിത്തമുള്ളത് എന്നുകൂടിയാണോ വ്യക്തമാകുന്നത്? ജോൺസൺ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. നേരത്തെ അത്യാഹിത വിഭാഗത്തിലായിരുന്നു, വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തി, കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മൊഴിയായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജോൺസൺ പറയുന്നത് അന്ന് പുലർച്ചെ തന്നെ 6 മണിയോടുകൂടി തന്നെ ആതിരയുടെ വീടിന് സമീപത്തേക്ക് 6:30 മണിയോടുകൂടി തന്നെ എത്തിയിരുന്നു. 8:30 മണിക്കാണ് കുട്ടിയെ സ്കൂളിലേക്ക് അയക്കുന്നത്. 5 മണിക്ക് ആതിരയുടെ ഭർത്താവ് ക്ഷേത്രത്തിൽ പൂജാരിയാണ്. ആ ക്ഷേത്രത്തിലേക്ക് ഭർത്താവ് രാജീവ് പോവുകയും ചെയ്തു. അതിനുശേഷം കുട്ടിയെ അയച്ച ശേഷം 8 മണിയോടുകൂടി വീടിനുള്ളിൽ പ്രവേശിക്കുന്നു. അവിടെ പ്രവേശിച്ച ശേഷം ആതിര ചായ നൽകുന്നുണ്ട്. ഇരുവരും നേരത്തെ തന്നെ സൗഹൃദത്തിലായിരുന്നു. വധഭീഷണി ഉണ്ടായിരുന്നെങ്കിൽ കൂടി അവിടെ വന്ന ശേഷം അവർ തമ്മിൽ സംസാരിച്ച് ഒരു അനുരഞ്ജനത്തിന്റെ പാതയിലേക്ക് എത്തുകയാണ്. ഈ സമയം കയ്യിൽ കരുതിയിരുന്ന കത്തി ബെഡിലേക്ക് ഒളിപ്പിച്ചു വെക്കുന്നു. മെത്തക്കിടിയിലേക്ക് ജോൺസൺ ഉറപ്പിച്ചു വെച്ചു. ഇതിനുശേഷം ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഈ സമയത്താണ് ഈ മെത്തയ്ക്കുള്ളിൽ ഒളിപ്പിച്ചിരുന്ന കത്തി എടുത്ത് കഴുത്തിൽ കുത്തിയിറക്കുന്നത്. മരണം ഉറപ്പാക്കിയ ശേഷം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു. എന്നാൽ മരിച്ചില്ലെങ്കിൽ നാട്ടുകാരുടെ മർദ്ദനം ഏൽക്കേണ്ടി വരുമെന്ന ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ധരിച്ചിരുന്ന ഷർട്ട് അവിടെ ഉപേക്ഷിച്ച് ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ച് സ്കൂട്ടറിൽ ആതിരയുടെ തന്നെ ഇരുചക്ര വാഹനത്തിൽ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി 9:30 തന്നെ അവിടെ എത്തുകയും അവിടെ നിന്ന് പുറപ്പെട്ടു പോവുകയും ചെയ്തു എന്ന കാര്യമാണ് ഇപ്പോൾ മൊഴിയായി നൽകിയിട്ടുള്ളത്. കൊലപാതകത്തിൽ മറ്റാർക്കും പങ്കില്ല, ഒപ്പം ചെല്ലാത്തതിലെ വൈരാഗ്യമാണ്. നേരത്തെ തന്നെ ആതിരയുടെ കയ്യിൽ നിന്ന് പലപ്പോഴായി 1.5 ലക്ഷത്തോളം രൂപ വാങ്ങിയിരുന്നു. ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് തന്നോടൊപ്പം വരണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതിന് ആതിര തയ്യാറായില്ല. ഇതിന്റെ വൈരാഗ്യം മനസ്സിലുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയതായി ഇപ്പോൾ പ്രതി മൊഴി നൽകിയിട്ടുള്ളത്. അപർണ, അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒറ്റയ്ക്ക് അല്ല ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളൊരു സംശയം തുടക്കത്തിൽ ഉണ്ടായിരുന്നല്ലോ ഭർത്താവിനെ. അത്തരം എല്ലാ സാധ്യതകളും തള്ളിക്കളയാണ് ഈ കേസ് ഇനി മുന്നോട്ട് പോകുമ്പോൾ. അത്തരം സംശയങ്ങൾക്കൊന്നും ഇടയില്ല എന്നുകൂടിയാണ് അല്ലേ? തീർച്ചയായും ഒറ്റയ്ക്ക് തന്നെയാണ്. മറ്റാർക്കും ഈ കൊലപാതകത്തിൽ പങ്കില്ല. പ്രതിയെ അവിടെ എത്തിയതിനോ അല്ലെങ്കിൽ പ്രതിയെ അവിടെ താമസിക്കാൻ ഈ കൃത്യത്തിന് വേണ്ടി നേരത്തെ തന്നെ ഗൂഢാലോചന നടത്തി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പ്രതിയെ താമസിപ്പിക്കുന്നതിനോ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനോ മറ്റാരുടെയും തന്നെ സഹായം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജോൺസൺ മാത്രമാണ് ഈ കൃത്യത്തിൽ ഉൾപ്പെട്ടത് എന്ന കാര്യം വ്യക്തമാണ്. ഈ ശബ്ദം ഒന്നും പുറത്തു വരാത്ത തരത്തിൽ, അതായത് ഇവർ സൗഹൃദത്തിൽ തന്നെയാണ് സംസാരിച്ച് നിന്നതും ആ വീടിനുള്ളിൽ പെരുമാറിയതും. അതുകൊണ്ട് തന്നെ അതിലേക്ക് മറ്റ് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. മൃതദേഹം കാണുമ്പോൾ തന്നെ നഗ്നമായ നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബലാത്സംഗത്തിന്റെ സാധ്യതയൊക്കെ പോലീസ് ആദ്യഘട്ടം മുതൽ പരിശോധിച്ചു. എന്നാൽ ഈ വധഭീഷണി ഉണ്ടായിരുന്നെങ്കിലും വീട്ടിലെത്തുമ്പോൾ ആ തരത്തിൽ പ്രകോപിതമായി എന്തെങ്കിലും ആതിരയോട് സംസാരിച്ചിരുന്നില്ല. സൗഹൃദത്തിൽ തന്നെയാണ് സംസാരിച്ചത്. ഈ ഘട്ടത്തിലാണ് അവിടെ ചായ ഉണ്ടാക്കി ആതിര നൽകിയതും പിന്നീട് ഇവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതും. ഇതിനിടയിലാണ് ഈ ബെഡിന് പിറകിൽ മറച്ചു വെച്ചിരുന്ന കത്തി, അത് ജോൺസൺ തന്നെ കൊണ്ടുവന്ന കത്തിയാണ്. ആ കത്തി ആതിരയുടെ കഴുത്തിലേക്ക് കുത്തിയിറക്കുന്നത് മരണം ഉറപ്പാക്കി അതിനുശേഷം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു. എന്നാൽ ഒരുപക്ഷെ താൻ മരിച്ചില്ലെങ്കിൽ നാട്ടുകാരുടെ മർദ്ദനം ഏൽക്കേണ്ടി വരുമെന്ന ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് പോയി എന്ന കാര്യമാണ് ജോൺസൺ പറയുന്നത്. ഇനിയും തിരുവനന്തപുരത്ത് പ്രതിയെ എത്തിക്കേണ്ടതുണ്ട്, തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. ഹോം നഴ്സായി കോട്ടയത്ത് ഒരു വീട്ടിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് ഈ രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം ആ വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോഴേക്കും പുറത്തേക്ക് മാറിയിരുന്നു ജോൺസൺ. പിന്നെ റോഡരികിലാണ് പോലീസ് സംശയാസ്പദമായ രീതിയിൽ ഇയാളെ കണ്ടെത്തുന്നത്. ആ സമയത്ത് താൻ വിഷം കഴിച്ചിട്ടുണ്ടെന്ന കാര്യം പറഞ്ഞു. തുടർന്നാണ് ജില്ലാ ആശുപത്രിയിലേക്കും പിന്നീട് മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയത്. വിനോദ് വിവരങ്ങൾ നൽകിയത്.